അതുപോലെ പ്രിയ പോൾ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പരിചയമുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിലെ ഒരു അവയവത്തെ എടുത്തിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അത്രയ്ക്ക് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദൈവിക വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച അതിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാച്ചൻ ഉപദേശി എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനെ പരിചയപ്പെടുവാനും അതിന്റെ പിന്തലമുറയായി പോൾ സാറിനെയും പ്രിയപ്പെട്ടവരൊക്കെ ബന്ധപ്പെടുവാനും ഇടയായത് ഇന്നും മാധുര്യം കുറയാത്ത ഒരു അനുഭവമാണ്. ഈ മണവാട്ടിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പിതാവ് ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7 വയസ്സ് 8 വയസ്സൊക്കെ എനിക്ക് പ്രായമുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരു ദൈവദാസനാണ്. സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ അദ്ദേഹം ഫെയ്ത്ത് ഹോമിൽ താമസിക്കുന്ന ഒരു ഉപദേശി അല്ലായിരുന്നു എങ്കിലും ഒരു ഉപദേശിയേക്കാൾ കൂടുതൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ദൈവദാസനാണ്. നല്ല ആകാര സൗഷ്ഠവമുള്ള നല്ല വലിപ്പമുള്ള ഒരു ദൈവദാസൻ. അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്ന പേര് അമ്മാച്ചൻ ഉപദേശി എന്നാണ്. അമ്മാച്ചൻ ഉപദേശി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ മർത്തോമാ സഭയിലാണെങ്കിലും അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കും. 2-3 ദിവസം അദ്ദേഹം അവിടെ വചനം പ്രസംഗിക്കും. സഭാ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ ദൂതറിയിക്കുന്ന ദൈവദാസനാണ്. പിശാചിനെ ഭത്സിക്കുന്ന അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ പേടിച്ചുപോയി. അത്ര ശബ്ദത്തിലാണ് സാത്താനെ ഭത്സിക്കുന്നത്. അതോറിറ്റിയിലാണ്, അധികാരത്തിലാണ്. പൈശാചിക പോരാട്ടങ്ങളെയും പോരുകളെയും ഒക്കെ ആത്മീയ അഭിഷേകത്തിന്റെ അധികാരത്തിൽ ശാസിക്കുന്ന ഒരു ദൈവദാസൻ അമ്മാച്ചൻ ഉപദേശി. ഞങ്ങളുടെ നാടുകളിൽ പല വീടുകളിലും ആത്മീയ ആരാധനയുടെ പെന്തക്കോസ്ത് സത്യങ്ങളുടെ വിളക്ക് കത്തിച്ചു വെച്ച ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ കൊച്ചുമകളാണ് ഇന്നത്തെ മണവാട്ടി. ആത്മീയ പൈതൃകത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അനുഗ്രഹീതയായ യുവതി. ഇന്നത്തെ മണവാളന്റെ വല്യപ്പച്ചന്മാർ 2 പേരും 2 വല്യപ്പച്ചന്മാർ, അമ്മയുടെ പിതാവും പാസ്റ്റർ ഫിന്നി ജേക്കബിന്റെ പിതാവ് ജേക്കബ് സാറും ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ദൈവദാസന്മാരാണ്. ജേക്കബ് സാറിന് പ്രത്യേകമായ ഒരു സ്നേഹം എന്നോടുണ്ടായിരുന്നു. ഞാൻ 20 വയസ്സ് പ്രായമുള്ള ഒരു പ്രസംഗകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാസയോഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അദ്ദേഹം അവസരം തന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന യോഗത്തിൽ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ച് വളരെ സ്നേഹമുള്ള, കരുതലുള്ള, ആർദ്രതയുള്ള ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. ദൈവഭക്തനായ ഒരാളായിരുന്നു. പുതിയോട്ട് കുഞ്ഞ് എന്നറിയപ്പെടുന്ന ദൈവദാസൻ മർത്തോമാ സഭയിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് മുമ്പോട്ട് വരുമ്പോൾ, ആ കുടുംബം വരുമ്പോൾ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് ഏറ്റവും അടുത്ത കൂട്ടായ്മ നെടുമ്പുറത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഞങ്ങളുമായിട്ടായിരുന്ന ആ വീട്ടിൽ അനേക അവസരങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്.